ഹലോ മക്കൾ, സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അടുത്ത എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ കൂടുതലായി പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. ഈ ചാപ്റ്ററിനകത്ത് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് മാഗ്നിഫിക്കേഷൻ, ആവർധനം. എല്ലാ സമയത്തും കുട്ടികൾക്ക് അതൊരു കൺഫ്യൂഷൻ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മാഗ്നിഫിക്കേഷൻ 1 വന്നാൽ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വന്നാൽ അത് എങ്ങനെയായിരിക്കും? ഇനി അതോടൊപ്പം ചെറിയ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വലിയൊരു വസ്തുവിൻ്റെ ചെറിയൊരു പ്രതിബിംബമാണെങ്കിൽ അതിൻ്റെ ആവർധനം എത്രയായിരിക്കും? ഇനി ഒരു വസ്തുവിൻ്റെ ഇമേജ് വലുതാണെങ്കിൽ അതിൻ്റെ ആവർധനം എങ്ങനെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ലല്ലോ. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇക്വേഷൻ എന്താണ്? എല്ലാവരും എൻ്റെ ഒപ്പം പറഞ്ഞ്, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവർധനം. ആവർധനം എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. ഇതാണ് നമ്മളെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ, ആവർധനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ M എന്ന അക്ഷരകൊണ്ടാണ് സൂചിപ്പിക്കുക. HI, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ HO. ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്നാണ്. അപ്പോൾ M ഈക്വൽ ടു HI/HO, M ഈക്വൽ ടു HI/HO. ആ ഇക്വേഷൻ വെച്ച് നമുക്കൊരു വസ്തുവിൻ്റെ ഉയരം തന്നു കഴിഞ്ഞാൽ, പ്രതിബിംബത്തിൻ്റെ ഉയരം കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടെത്താം. അപ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതിൻ്റെ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തുള്ള ഡെഫിനേഷൻ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഇസ് ദ റേഷ്യോ ഓഫ് ദി, എന്താണ് റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, അതോടൊപ്പം തന്നെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ നമ്പർ ഇൻഡിക്കേറ്റ് ഹൗ മെനി ടൈംസ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ്, എന്താണ് സൈസ് ആണ്. അതായത് വസ്തുവിനേക്കാൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണെന്ന് കാണിക്കുന്ന ഒരു നമ്പർ, ഒരു സംഖ്യയാണ് നമ്മളെ ആവർധനം എന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് നമ്മൾ ആവർധനം. വസ്തുവിൻ്റെ വലുപ്പത്തിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണ് കുറവാണെന്നൊക്കെ കാണിക്കുന്ന ഒരു സംഖ്യയാണ് നമ്മളെ മാഗ്നിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, നമ്മൾ ഇക്വേഷൻ എന്താണ്? M ഈക്വൽ ടു HI/HO. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കണം. M ഈക്വൽ ടു HI/HO. ഇതിന് യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതെല്ലാം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇതിനെന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ആവർധനം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സംഖ്യയാണെന്ന് ഓർത്തേക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. വസ്തുവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ സീലാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വസ്തുവിൻ്റെ സ്ഥാനം സീലാണെങ്കിൽ പ്രതിബിംബം, ഇമേജിൻ്റെ സ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കും, സീൽ തന്നെ ആയിരിക്കും. ഇനി ഹൈറ്റ് എങ്ങനെയായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ഇത് തല കീഴായതാണെങ്കിൽ ഇൻവേർട്ടാണ്, റിയൽ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ ഹൈറ്റ് അളക്കുന്നത് HI എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് അളക്കുന്ന ദൂരങ്ങളൊക്കെ പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ് അളക്കുന്ന ഏതായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ താഴേക്ക് അളക്കുന്നത് നെഗറ്റീവും മുകളിലേക്ക് അളക്കുന്നത് ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വസ്തു എപ്പോഴും മുകളിലേക്കാണ്. അതുകൊണ്ട് വസ്തു പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ചില സമയത്ത് പ്രതിബിംബം തല കീഴായിരിക്കും, ഇൻവേർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഇറക്റ്റ്, നിവർന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഇവിടെ HO എന്ന് എടുത്തു. ഇത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അപ്പോൾ ഞാൻ HI എന്ന് കൊടുത്തു. അപ്പോൾ HI നെഗറ്റീവ് ആണ്, HO പോസിറ്റീവ് ആണ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ് ഉയരം എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഇനി വസ്തുവിൻ്റെ ഉയരം +4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഉയരം എന്തായിരിക്കും? -4 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് സാറേ ആ മൈനസ് കിട്ടിയെന്ന് ചോദിക്കരുത്. എന്താണ്? പ്രതിബിംബം തല കീഴായതാണ്, അതുകൊണ്ട് താഴത്തേക്കാണ് അളക്കുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ അളക്കുന്നതൊക്കെ എന്താ? നെഗറ്റീവ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ M ഈക്വൽ ടു
HI/HO ഈസ് ഈക്വൽ ടു -4 സെന്റിമീറ്റർ ബൈ +4 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്റർ വെട്ടിക്കണ്ട, അതുകൊണ്ടാണ് ഇനി യൂണിറ്റ് ഇല്ല എന്ന് പറയുന്നത്. ഇനി 4 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. സൈൻ ഏതായിരിക്കും? 1 -1. അപ്പോൾ -1. അപ്പോൾ സിയിലാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 1 എന്ന് കണ്ടാൽ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ സൈൻ ഇടുന്നതിന് മുന്നേ 1 എന്ന് കണ്ടാൽ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും വസ്തുവിൻ്റെ ഉയരും പ്രതിബിംബത്തിൻ്റെ ഉയരും തുല്യമാണെങ്കിൽ അവിടെ മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കും. ഇനി യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ, റിയൽ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ, അതായത് മിഥ്യയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ എങ്ങനെയെന്നുള്ളതൊക്കെ മനസ്സിലായാലോ. ഇനി അടുത്തൊരു ചിത്രത്തിലേക്ക് നോക്കാം. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ മിററാണ്. സാധാ കണ്ണാടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതേ ഹൈറ്റുള്ള ഒരു ഇമേജ് ഇവിടെ കിട്ടും. എത്ര ദൂരത്താണോ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് അളക്കുന്ന മുകളിലേക്കാണ് അളക്കുന്നത്. അതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. ഇനി വസ്തുവിൻ്റെ ഇമേജ് അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജും എന്തായിരിക്കും? മുകളിലേക്കാണ്. അപ്പോൾ രണ്ടും എന്താണ്? പോസിറ്റീവാണ്. ഇനി ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ കാണാൻ ഈസിയായി. M=HI/HO. ഒരു പ്ലെയിൻ മിററിൽ നമുക്ക് എപ്പോഴും ഒരു വസ്തുവിനെ നമുക്കെപ്പോഴും ഇറക്റ്റ് ആയിട്ട് വെർച്വൽ ആയിട്ടുള്ളൊരു ഇമേജാണ് കിട്ടുന്നത്. അതായത് എത്ര ഹൈറ്റ് ആണോ അതേ ഹൈറ്റ് തന്നെ ആയിരിക്കും, എത്ര ഡിസ്റ്റൻസ് ആണോ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. കണ്ണാടിയിൽ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ M=HI/HO. ഇവിടെ എന്താണ്? +4 സെൻറ്റിമീറ്റർ ബൈ +4 സെൻറ്റിമീറ്റർ. മൊത്തം വെട്ടിക്കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1 വന്നാൽ, എപ്പോഴെങ്കിലും മാഗ്നിഫിക്കേഷൻ +1 ആണെങ്കിൽ ഓർത്തു വയ്ക്കുക അത് ഏതായിരിക്കും? പ്ലെയിൻ മിററാണ്, അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആണെന്ന് ഓർത്തേക്കുക. പ്ലസ് ആയതുകൊണ്ട് അതേതാണ്? വെർച്വൽ ഇമേജ് ആണെന്ന് ഓർത്തേക്കുക. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻവേർട്ട് ആയിരിക്കും, അത് റിയൽ ആയിരിക്കും. അപ്പോൾ ചിത്രത്തിൽ നിന്ന് എങ്ങനെ ആവർത്തനം കണ്ടെത്താം അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ. ഇവിടെ എന്താ? ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? സിക്ക് അപ്പുറത്താണ്. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്താണ്? ബിയോണ്ട് സി ആണ്, സിക്ക് അപ്പുറത്താണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. ഇവിടെ നോക്ക്, ചെറിയ ഇമേജ് അല്ലേ കിട്ടിയത്. അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്നുമക്കൾസ് ഇവിടെ നോക്കുക. പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. പ്രതിബിംബത്തിൻ്റെ ഉയരം നെഗറ്റീവ്, വസ്തുവിൻ്റെ ഉയരം എന്താണ്? പോസിറ്റീവ്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ M=HI/HO. അപ്പോൾ എത്ര കിട്ടി? -2 സെൻറ്റിമീറ്റർ ബൈ +4 സെൻറ്റിമീറ്റർ. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ 1/2 എന്ന് വരും. -1/2, അതായത് എന്ത് കിട്ടി? 0.05 സെൻറ്റിമീറ്റർ മൈനസ് ആണ്. ഇത് ഒന്നിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നിഫിക്കേഷനിൽ ഇമേജ് വളരെ ചെറുതാണെങ്കിൽ, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എപ്പോഴെന്തായിരിക്കും? 1 കുറവായിരിക്കും, <1 ആയിരിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മാഗ്നിഫിക്കേഷൻ, വസ്തുവിൻ്റെ ആ ഒരു പ്രതിബിംബം, ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ എൻ്റെ പൊന്നുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, <1, അതായത് മാഗ്നിഫിക്കേഷൻ 1 ചെറുതായിരിക്കും. അപ്പോൾ ചില സമയത്ത് മാഗ്നിഫിക്കേഷൻ 1 ചെറുതായി കണ്ടാൽ, സംഖ്യകൾ തന്നു വിചാരിക്കുക, അതിൽ മാഗ്നിഫിക്കേഷൻ 1 ചെറിയ സംഖ്യയാണ്, നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതൊരു ചെറിയ പ്രതിബിംബമാണെന്ന് ഓർത്തേക്കുക. ഇനി മൈനസ് ആണെങ്കിലോ അത് റിയൽ പ്രതിബിംബമാണെന്ന് ഓർത്തേക്ക്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചിത്രം നോക്കൂ. നമുക്കൊരു ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. എഫിനും പിക്കും ഇടയിലാണ് നമ്മളൊരു ഒബ്ജക്റ്റ് ഇരുന്നത്. അപ്പോൾ ഇമേജ് എവിടെ കിട്ടി? ബിഹൈൻഡ് ദ മിറർ, ദർപ്പണത്തിൻ്റെ പിന്നിലാണ് നമുക്ക് ലഭിച്ച ഇമേജ്. ആ ഇമേജ് നോക്കൂ, നിവർന്ന പ്രതിബിംബമാണ്. അതുകൊണ്ട് നമ്മൾ വസ്തുവിലേക്ക് അളക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, പ്രതിബിംബത്തിലേക്ക് അളക്കുന്ന എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ HO എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഇവിടെ HI എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, രണ്ടും പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക, ഇതൊരു 8 സെൻറ്റിമീറ്റർ വന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, M=HI/HO. HI എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ പ്ലസ് ആണ്, ബൈ HO എന്ന് പറഞ്ഞാൽ +4 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ വെട്ടി 8 4 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടിയില്ലേ? 2 കിട്ടും, 2 സെൻറ്റിമീറ്റർ, അത് പോസിറ്റീവാണ്. അപ്പോൾ 1 വലുതല്ലേ? അപ്പോൾ നമുക്ക് പ്രതിബിംബം വളരെ വലുതാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പറയുന്ന ഈ ഡയലോഗും ശ്രദ്ധിക്കുക. ഇമേജ് വളരെ വലുതാണ്, ലാർജർ ദാൻ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ
ഗ്രേറ്റർ ദാൻ 1. മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഓർത്തേക്കുക, മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുവിൻ്റെക്കാൾ വലിയ പ്രതിബിംബമാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇനി പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രമൊക്കെ നോക്കൂ. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഒറ്റയടിക്ക് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ -1 ആണ്, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ <1 ആയിരിക്കും, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ >1 ആയിരിക്കും അല്ലേ? മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? >1. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇനി മൈനസ് ആണോ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. പോസിറ്റീവ് ആണോ എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ചിത്രങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? മാഗ്നിഫിക്കേഷൻ ആവർത്തനം കണ്ടെത്താൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിനകത്ത് വരെ ഇതേപോലെ പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 8ാം ക്ലാസ് അടുത്ത ആനുവൽ എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യണം? നിങ്ങൾ 2-3 തവണ കാണാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആവർത്തനം പഠിക്കാം. അപ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇനി എൻ്റെ എല്ലാ മക്കൾസിനും എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. വസ്തുവിൻ്റെ ഉയരം HI എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 സെൻറ്റിമീറ്റർ തന്നു. ഇനി HO എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു എത്ര എടുക്കാം? ഒരു 20 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി HI എന്ന് പറയണത് ഇത് റിയലാണ്, യഥാർത്ഥമാണ്. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടെത്തുക? മാഗ്നിഫിക്കേഷൻ നിങ്ങൾ കണ്ടെത്താം. HIയും HOയും ഞാൻ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? 10 സെൻറ്റിമീറ്റർ. HI എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് റിയൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിബിംബം റിയൽ യഥാർത്ഥമാണ്. അങ്ങനെയെങ്കിൽ അത് ഏത് ചിഹ്നമായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഞാൻ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? JK സാറെ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അതുവരേക്കും